ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കെൻഡിലെ പുരാതനമായ ഒരു ഹോട്ടലാണ്. USSRന്റെ കാലത്ത് പണി കഴിപ്പിച്ച ഈ ഹോട്ടൽ അന്നത്തെ കാലത്ത് പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും മറ്റ് വിശിഷ്ടാതിഥികളും വരുമ്പോൾ താമസിച്ചിരുന്നത് ഈ ഹോട്ടലിലാണ്. ഈവൻ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി വരെ ഇവിടെ താമസിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനോട് തൊട്ടു ചേർന്നാണ് ഇവരുടെ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ സമ്മേളിക്കുന്ന സഭാമന്ദിരമുള്ളത്. അപ്പോൾ അവിടെ വരുന്ന പ്രതിനിധികൾക്കും താമസിക്കുവാൻ ഈ പുരാതനമായ പൗരാണികമായ മനോഹരമായ ഹോട്ടൽ ഉപകരിച്ചിരുന്നു. ഇതിനോട് തൊട്ടു ചേർന്നാണ് അമീർ തിമൂർ സ്ക്വയർ ഉള്ളത്. ആ സ്ക്വയറും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളും USSRനെ സംബന്ധിച്ചും താഷ്കെൻഡിനെ സംബന്ധിച്ചും ഒത്തിരിയേറെ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ പൗരാണികത നിറഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങളാണ്. നല്ല തണുത്ത കാലാവസ്ഥയും കുറച്ച് മൂടലുണ്ടെങ്കിൽ പോലും വളരെ ശാന്തമായ പ്രകൃതിയും ഈ പ്രദേശത്തിനു വശ്യത നൽകുന്നുണ്ട്. ഞങ്ങൾ താഷ്കെൻഡിലെത്തിയപ്പോൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ ഭാഷയായിരുന്നു. എന്നാൽ ആകസ്മികമായിട്ടാണെങ്കിലും ഞങ്ങൾ താമസിച്ച ഈ ഹോട്ടലിൻ്റെ ലോബിയിൽ വെച്ച് പരിചയപ്പെട്ട ഈ അപ്പൂപ്പൻ, അദ്ദേഹം ഒരു ഗൈഡാണ്, ടൂർ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഉസ്ബെക്കിസ്ഥാന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അതിന്റെ ചരിത്രത്തെക്കുറിച്ച് വിവരിക്കുകയും this is Amir Temur Square from 1994. But Soviet time it was one of communist boss Karl Marx, and more than 70 years we call Revolution Square. So the 3 times changed name of this square. Now from 1994, Amir Temur Square, one of great conquistador in the world, Temur Lang. He was in India, from India to Europe. ഞങ്ങളിപ്പോൾ പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്കാണ്. അത് ലാൽ ബഹദൂർ ശാസ്ത്രി സ്ക്വയർ. ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ താഷ്കെൻഡിൽ സ്ഥിതി ചെയ്യുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി സ്ക്വയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു അന്തരിച്ചതിന് ശേഷം ആരായിരിക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് ഉത്തരമായി പൊതുസമ്മതനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലാൽ ബഹദൂർ ശാസ്ത്രിയെയാണ്. വളരെ ചെറിയ ഗാന്ധിയൻ ആദർശങ്ങളിലൂന്നിയ ശാന്തനായ ഒരു മനുഷ്യൻ. അതേസമയം തന്നെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന അയൂബ് ഖാനാണ്. 6 അടി 4 ഇഞ്ച് പൊക്കമുള്ള അജാനബാഹുവായ ആ മനുഷ്യൻ വിചാരിച്ചു ഇദ്ദേഹം വളരെ ശുഷ്കനായ ഒരു പ്രധാനമന്ത്രിയായിരിക്കും എന്ന്. അദ്ദേഹത്തിൻ്റെ ആ അമിത ആത്മവിശ്വാസത്തിൻ്റെ ഫലമായിരിക്കാം 1966 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. എന്നാൽ ആ യുദ്ധത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രി തൻ്റെ കരുത്തു കാട്ടുകയും പാകിസ്ഥാൻ ഇന്ത്യയോട് വളരെ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. പിന്നീട് റഷ്യയുടെ സാന്നിധ്യത്തിൽ അന്നത്തെ USSRൻ്റെ ഒരു പ്രൊവിൻസായിരുന്ന താഷ്കെൻഡിൽ വെച്ച് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കുകയുണ്ടായി. അതാണ് താഷ്കെൻഡ് ഉടമ്പടി. 1966 ജനുവരി 10 നടന്ന താഷ്കെൻഡ് ഉടമ്പടിയുടെ അന്നേ ദിവസം രാത്രി തന്നെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കെൻഡിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം വളരെ ആകസ്മികവും ദുരൂഹവുമായിരുന്നു. പല കാര്യങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡോക്ടറും പേഴ്സണൽ കുക്കുമായിരുന്നു. അന്ന് അദ്ദേഹം കഴിച്ച ഭക്ഷണം അദ്ദേഹത്തിൻ്റെ കുക്ക് ഉണ്ടാക്കിയതല്ല, മറിച്ച് അവിടുത്തെ ഇന്ത്യൻ അംബാസഡറായിരുന്ന ജാൻ മുഹമ്മദിൻ്റെ പാചകക്കാരൻ ഉണ്ടാക്കിയതാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബോഡി നീലച്ചിരുന്നു എന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ നൽകിയ കംപ്ലൈൻറ്റിൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മരണത്തിലെ കൂടുതൽ ദുരൂഹമായ കഥകളിലേക്ക് ഓർമ്മകളെ തിരിച്ചുവിടുമ്പോൾ തന്നെ ഞങ്ങൾ ഒരു ചാറ്റൽ മഴയുടെ പശ്ചാത്തലത്തിൽ അങ്ങനെ ലാൽ ബഹദൂർ ശാസ്ത്രി സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ്. അതെ, ഇതാണ് ലാൽ ബഹദൂർ ശാസ്ത്രി സ്ക്വയർ. 1966 ജനുവരി 11 മരണപ്പെട്ട ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഓർമ്മയ്ക്കായി ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ താഷ്കെൻഡിൽ
ഇന്ന് നിലനിൽക്കുന്ന ഒരു പാർക്കും സ്ക്വയറും ആണിത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ മരണത്തിലെ ദുരൂഹതകളഴിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യ നിയമിച്ച രാംനാരായൺ കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അന്ന് താഷ്കണ്ടിലായിരിക്കുന്ന സമയത്ത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഒപ്പമുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡോക്ടർ RN ചൗക്കും പേഴ്സണൽ കുക്ക് രാംനാഥുമായിരുന്നു. അവർ രണ്ടുപേരും വളരെ ദുരൂഹമായിട്ട് രാംനാരായൺ കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാകുന്നതിന് മുൻപ് കൊല്ലപ്പെടുകയാണുണ്ടായത്. ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. എന്നാൽ അതിലേറെ നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അതെന്താണ് എന്ന് വെച്ചാൽ, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിന് 13 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ ആണവ സ്വപ്നങ്ങളുടെ പിതാവായ ആണവശാസ്ത്രജ്ഞൻ ഹോമി ജെ ബാബ കൊല്ലപ്പെടുകയുണ്ടായി. ഈ 2 മരണങ്ങളും ആകസ്മികമായിരുന്നില്ല. കാരണം ഇന്ത്യയെ ഒരു ആണവശക്തിയാക്കി മാറ്റുക എന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ തീക്ഷ്ണമായ അഭിലാഷമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെടുത്തിയത് ഹോമി ജെ ബാബയായിരുന്നു. ഇന്ത്യ അനുവദിക്കുകയാണെങ്കിൽ 6 മാസങ്ങൾ കൊണ്ട് ഇന്ത്യ ആണവശക്തിയായിത്തീരുമെന്ന് പരസ്യമായി ഹോമി ജെ ബാബ പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. ഇത് അമേരിക്കയെ CIA കുറച്ചൊന്നുമല്ല ആശങ്കപ്പെടുത്തിയത്. അന്ന് ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ത്യ അതിൻ്റെ ആഭിമുഖ്യം റഷ്യയോട് പുലർത്തുമ്പോൾ ഏഷ്യയിൽ ഒരു ശക്തിയായി മാറുവാൻ ഇന്ത്യയെ അനുവദിക്കാതിരിക്കുക എന്നത് അമേരിക്കയുടെ ഒരു ഗൂഢ ലക്ഷ്യം കൂടിയായിരുന്നു. ഇതായിരിക്കാം ഹോമി ജെ ബാബയെ ഉന്മൂലനം ചെയ്യുവാൻ CIA പ്രേരിപ്പിച്ചത്. അതിന് ശക്തമായ തെളിവുകളിൽ ഒന്നുമില്ല എങ്കിൽ കൂടിയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം CIA ഒഫീഷ്യൽ ആയിരുന്ന റോബർട്ട് കോലിയുടെ ഫോൺ സംഭാഷണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അന്നത്തെ ആ വിമാനാപകടം അത് ആകസ്മികമായിരുന്നില്ല, പ്ലാൻഡ് ആയിരുന്നു എന്നാണ്. ഇങ്ങനെ ചരിത്രത്തിൻ്റെ നിഗൂഢതകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒത്തിരിയേറെ കഥകൾക്കു കൂടി സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി വിട പറഞ്ഞത്.